അളിയാ 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 കുടിയിരിക്കലിനും ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മുഴുവൻ മാപ്പിട്ട് നോക്കി അന്തം വിട്ട് നിൽക്കണ കാണുന്നതൊക്കെ വീട് പണിക്ക് ഏകദേശം തീർന്നില്ലേ? ഇനി ഈ കുടിയിരിക്കലിന് വരുന്ന ആൾക്കാരാ എല്ലാരും മാപ്പിട്ട് നോക്കി അന്തം വിട്ട് നിർത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് കിട്ടിയ എന്റെ അടുത്ത്. നിങ്ങൾ പേര് നമ്മളൊന്ന് പോയി നോക്ക്. വാ, നിങ്ങൾ പേര് കളിയാ ഈ ഡ്രസ്സ് മാറി മാറിക്കോളി. ഇത് മതി, ഇതാ കേറി വണ്ടി കയറി വേഗം പൊന്നാര അളിയാ. ഒന്ന് അടങ്ങിയിരിക്കേ. നമ്മളിപ്പോ ആ മുല്ലപ്പടി വരെ ഒന്ന് പോണുള്ളൂ. നമ്മളെ കുന്നുംപുറ കൊണ്ടോട്ടി റോട്ടിലുള്ള മുല്ലപ്പടി ഇല്ലേ, അവിടം വരെ പോണുള്ളൂ. ഇപ്പൊ കാണിച്ചു തരാം. അതല്ലേ ഞാൻ പറഞ്ഞേ, കുടിയിരിക്കലിൽ വരുന്ന ആൾക്കാരെ മാപ്പിട്ട് നോക്കി അന്തം വിട്ട് നിർത്താനുള്ള ഒരു സാധനം അവിടെ വീട് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കും. ഇപ്പൊ കാണിച്ചു തരാം അളിയാ. അങ്ങോട്ട് നോക്കേ, അവിടെ ഒരു സ്കോറിയോ ലൈറ്റ് കണ്ടാ, ചുവപ്പ് കളറ്. അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ മുമ്പ്. ഇപ്പൊ ഈ വെള്ള കളറ് സ്കോറിയോ ലക്ഷറി എന്താണ് ലെക്സ്. അത് ഇവിടെ ഇപ്പൊ ആഡ് ചെയ്തതാണ്. പ്രീമിയം സാധനം, പുതിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അവിടെ നല്ല തിരക്കാണ്. ഉദ്ഘാടനമൊക്കെ ആയിട്ടുള്ള തിരക്കാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. ഇതൊക്കെ അവിടുത്തെ പണിക്കാരനെ തോന്നുന്നുണ്ട്. ഏക്കട്ട ഇറക്കാണ്. എല്ലാരും പോയി എന്നാ പോരെ. ഞാൻ ആലോചിക്കണതല്ല, ഈ ചെങ്ങന്മാര് കറണ്ട് ബില്ല് അടച്ചിക്കാണ്ട് ഊപ്പാട് ഇളകൂലേ? എത്ര കാലം കറണ്ട് ബില്ല് കൊടുക്കണല്ലേ? എത്ര കാലം ലൈറ്റ് ഉണ്ട്? തുറക്കുന്ന ഡോറ്. എത്ര കുറെ ബലൂണൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അസ്സലാമു അലൈക്കും. ആശാനെ എന്താ സുഖല്ലേ? പിന്നെ കുടിയിരിക്കലിന് വരുന്ന ആൾക്കാർ മുഴുവൻ മാപ്പിട്ട് നോക്കിയാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കണം. അജ്ജാതി കുറച്ച് ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. അളിയന്റെ കുടിയിരിക്കലാണ് ഈ അടുത്ത മാസം 1-ാം തീയതി. ഇതിപ്പോ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കി പുതിയ ഷോപ്പ് ആക്കിയാ അല്ലേ? ഇത് കംപ്ലീറ്റ് ഒരു പ്രീമിയം സെക്ഷൻ ആക്കിയില്ലേ? അത് ഞങ്ങൾ ഇതൊന്ന് കാണട്ടാ. മുത്തുമണീസേ, ഇങ്ങളെ ആരെങ്കിലും കുടിയിരിക്കലിന് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിലേ നേരെ ഇങ്ങോട്ട് പോരിട്ടാ. നമ്മളെ മുല്ലപ്പടിക്കല്, നമ്മളെ കുന്നുംപുറം കൊണ്ടോട്ടി റോട്ടിലെ മുല്ലപ്പടിക്കലാണ് പോരി. നമ്മളെ സ്കോറിയോ ലൈറ്റില്ലേ, സ്കോറിയോ ലൈറ്റ്. ഇവരെ മുമ്പ് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് സാധാരണ ഒരു നോർമൽ ഷോപ്പായിരുന്നു. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്രീമിയം നോർമലും, അതായത് ലോ ലെവലും ഹൈ ലെവലിലൊക്കെ ഉള്ള എല്ലാ സാധനവും കിട്ടുന്ന ക്വാളിറ്റിയിൽ കുറച്ച് പ്രീമിയം ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു നിങ്ങൾക്ക് തോന്നില്ലേ? എന്തൊക്കെ ചതുക്കാണ്. ചുമരുമ്പ് കൂടി ചേരാട്ടൊക്കെ പോണേ. അജാതി സാധനങ്ങളാണ്, പലജാതി സാധനങ്ങളുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇതൊക്കെ ഏതാ മുതലിച്ചിട്ടിക്ക കിടിലൻ. നിങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ നോക്ക്. ബാപ്പോ ഇങ്ങോട്ട് വാ, ഇതൊന്ന് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്താ. ഇതൊക്കെ വാൾ ലൈറ്റുകളാണ്. പലജാതി മോഡൽ വാൾ ലൈറ്റുകളുണ്ട്. 1, 2, 3, 4 അല്ല. നിങ്ങളുടെ ലെവലിനനുസരിച്ചുള്ള സാധനം വാങ്ങാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അതായത് നിങ്ങൾക്ക് 100 റുപ്യന് കിട്ടും, ലക്ഷങ്ങൾക്കും കിട്ടും. ഇല്ലേ ബ്രോ? കിട്ടും. കിട്ടും. അതാണ് സെറ്റപ്പ്. നമ്മളെ റേഞ്ച് ഏതാണോ ആ റേഞ്ചിലുള്ള സാധനം കിട്ടും. ഇതൊക്കെ പുതിയ മോഡല് നല്ല പ്രീമിയം ഹാങ്ങിങ് ലൈറ്റുകളാണ്. അതായത് നമ്മളെ ലിവിങ് ഏരിയ, അതേപോലെ നമ്മളെ ഡൈനിങ് ഏരിയയിലൊക്കെ വലിയ വലിയ വീട്ടിലൊക്കെ സെറ്റാക്കി വെക്കാള്. അളിയാ, എൻ്റെ അളിയൻ്റെ വീട് ചെറുതാട്ടാ. അപ്പൊ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു സാധനം. പക്ഷേ കുടിയിരിക്കലിൽ വരുന്ന മാപ്പിട്ട് നോക്കിയാണ് അന്തം പെടണം. അപ്പം ഇതൊക്കെ നോക്കിയാണ് നിങ്ങൾ. ഇതെന്താ വെള്ളാരക്കല്ലോ? വെള്ളാരക്കല്ല് തന്നെയാണല്ലോ ഇത്. ശരിക്കും വെള്ളാരക്കല്ല? അതെ. പടച്ചോനെ, വെള്ളാരക്കല്ലാണെങ്കിൽ മരം ഈ തൂക്കിയിട്ടിരിക്കണേ. എന്തൊക്കെ നോക്കിയാണ് അതിൻ്റെ ലുക്ക്? വല്ലാത്ത ചാതി സാധനം. ഇതൊക്കെ ചിത്രശലഭം അല്ല, അത് ലീഫുകളല്ലേ? ഇത് ഏതോ മരത്തിന്റെ മേലിന്ന് ഇലകൾ കൊഞ്ഞു വീഴുന്ന ഒരു കവി ഒരു കവിത എഴുതിക്കാണ്. അത് കറക്റ്റ് ഓരോ ആംഗിളിൽ നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് അതായത് മനസ്സിലാവില്ല. അതേപോലെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമുക്ക് ഇന്ന് മേൽക്കൊന്നും തരുവല്ല. ഇവനാണ് അല്ല, ഇവർക്ക് പിന്നെ വേറെ ഒന്നും കേട്ടോ. നിങ്ങൾ ഈ മുല്ലപ്പടിക്ക് തന്നെ വരണമെന്നില്ല. വേറെ എവിടെ ഷോപ്പ് ഉണ്ട്? കോട്ടയം, തിരുവനന്തപുരം, കോതമംഗലം, പിന്നെ ഇപ്പൊ ഷോർട്ടിലായിട്ട് ഒരു ഇവിടെ എടുത്ത് നമുക്ക് ഇവിടെ തിരൂര് ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, ഇവരെ നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾ വിളിച്ചോളി. നിങ്ങളെ നാട് എവിടെ വെച്ചാൽ അവിടുന്ന് വിളിക്കുക. നിങ്ങളെ നാട് എവിടെ, അവിടെ നിങ്ങൾക്ക് സാധനം വാങ്ങുക. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ഷോപ്പ് ഉണ്ട്. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വീട്ടിലോ ഏതെങ്കിലും ഫംഗ്ഷനിലോ ഏതെങ്കിലും വീഡിയോയിലോ ഏതെങ്കിലും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ. അതേപോലെ ഈ എഞ്ചിനീയർമാരുണ്ടല്ലോ, ഈ പിന്നെ ആർക്കിടെക്ട്മാരൊക്കെ, ഇവർക്കൊക്കെ അവരെ വൈബിനനുസരിച്ചുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഇവർ ഇമ്പോർട്ട് ചെയ്ത് തരും. ഇവർ സാധനങ്ങളൊക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എവിടുന്ന് ഫോട്ടോസൊക്കെ ഇവർക്ക് അയച്ചു കൊടുത്താൽ അതേപോലത്തെ സാധനം സമയം ഉണ്ടെങ്കിൽ, അതായത് 30, 40, 50 ദിവസമൊക്കെ എടുക്കും. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇമ്പോർട്ട് ചെയ്ത് തരും നിങ്ങൾക്ക്. പിന്നെതാ ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് സ്മാർട്ട് ലൈറ്റ് ആണ്. ഇത് ഇപ്പോഴത്തെ മോഡലല്ലേ? ഇപ്പൊ ഇത് നിൽക്കുന്നത് വാം ലൈറ്റ് ആണ്. അപ്പൊ ഇത് റിമോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്രൽ വൈറ്റിലേക്ക് മാറും. കേട്ടാ, ഇപ്പൊ ന്യൂട്രൽ വൈറ്റ് ആയി. ഇനി ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ പ്യൂർ വൈറ്റ് അല്ലേ, വൈറ്റിലേക്ക് മാറി. അത് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ നമ്മളാ ഇപ്പം ന്യൂട്രൽ വൈറ്റ് ആയി. ഇപ്പോൾ ഇത് വാമായി. അങ്ങനത്തെ സ്മാർട്ട് ലൈറ്റ് ആണ്. അതേപോലെ ഇവിടെ വേറൊരു സാധനം ഉണ്ട്, ഇവർ കാണിച്ചു തരാം. നമ്മളെ കൈ ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി, ഇതിൻ്റെ കളറ് മാറും.
ഇതൊക്കെ നമ്മൾ ഈ വാഷ് ബേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വാൾ ലൈറ്റ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് പാസ് ചെയ്താൽ കളർ മാറി, അതേപോലെ പാസ് ചെയ്താൽ വീണ്ടും കളർ മാറി. അതും ഇങ്ങനെ തന്നെ ഓഫും ഉണ്ട്. അതായത് ഓഫ്, അതേപോലെ നമ്മളെ എന്താണ് വാം, ന്യൂട്രൽ വൈറ്റ്, വൈറ്റ് എല്ലാം ഉണ്ട്. ഇനി മേലെ കയറി വെക്കുക. നമ്മളെ സാധനമൊക്കെ മേലാണ്, നമ്മൾ ലോ ലെവലല്ലേ. അപ്പോൾ കേസ് ഞങ്ങൾ മേലെ എത്തിയിട്ടാ. മേലെ എത്തുമ്പോൾ എൻ്റെ പൊന്നാരളിയാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൻ്റെ വയറിങ് ചെയ്ത ആളെ ഒരു നമ്പർ കിട്ടുമോ? അയാൾക്ക് ബിരാന്തായിട്ടുണ്ടാവുമല്ലോ, യജാതി വല്ലാത്ത ജാതി. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പോ ഇത് കാണിച്ചു കൊടുത്താൽ ആദ്യം നമ്മളൊരു തൽക്കന്ന് ഇങ്ങനെ തുടങ്ങാം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ലൈറ്റാ? LED വാൾ ലൈറ്റ്, വാൾ ലൈറ്റ് ആണ്. LED വാൾ ലൈറ്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഇതൊന്നും സ്വിച്ച് ഇട്ടിട്ടില്ലല്ലോ, അതൊക്കെ ഞാൻ ഇടേണ്ടി വരും അല്ലേ? വല്ലാത്ത ജാതി കണ്ടാ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ വരുന്നതൊക്കെ ഹാങ്ങിങ് ലൈറ്റ് ആണ്. ഇത് മുമ്പ് ഉണ്ടായിരുന്ന ഇതാണ് അല്ലേ? അതെ, ഇത് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കുറച്ച് പ്രീമിയം സാധനം വേറെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇവിടെ പ്രീമിയം തന്നെയാണ്. അടിയും മേലെ ഏകദേശം അതൊന്നും കൂടി ഹൈ ലെവലാക്കി. അടിപൊളി. നമുക്ക് എല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കാൻ കഴിയൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൗസ് വാമിങ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഹൗസ് വാമിങ് വേണമെന്നൊന്നുമില്ല, നിങ്ങളെ വീട്ടിൽ ലൈറ്റ് വാങ്ങി വെക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇതാ ഇതൊക്കെ എന്താ സാധനം, കൊള്ളാലോ, അടിപൊളി അല്ലേ? ഇതൊക്കെ അങ്ങനെ തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് പോവാം. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഹാങ്ങിങ് ലൈറ്റാണ്, നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് മറ്റേ അപ്പ് ആൻഡ് ഡൗൺ അല്ലേ, ഔട്ട്ഡോർ ലൈറ്റ്സ്, നമ്മളെ വാളിന്റെ പുറത്ത് മതിലൊക്കെ വെക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങളാണ് ഇത് മൊത്തം. ഒരുപാടുണ്ട് കേട്ടോ, പല വെറൈറ്റി പല മോഡൽസ് ഉണ്ട്. അതേപോലെ ഇതെന്താണ്, ഇത് ഔട്ട്ഡോർ ഹാങ്ങിങ് ലൈറ്റ്സ്, പക്ക വാട്ടർ പ്രൂഫ് ആണ് ഇത് വരാം. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള വെള്ളം കടന്നിട്ടുള്ള ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, ഇത് ഔട്ട്ഡോർ വെക്കുന്ന നമ്മളെ ട്രഡീഷണൽ മോഡൽ അല്ലേ, പണ്ടത്തെ ആ ഒരു ചിമ്മിണി ആ ഒരു വൈബിൽ നിൽക്കുന്ന സാധനങ്ങളാണ് മൊത്തം. പിന്നെ അപ്പുറത്തെ സൈഡിൽ മറ്റേ കൊമേഴ്ഷ്യൽ ഐറ്റംസ് ഉണ്ട് അല്ലേ? കൊമേഴ്ഷ്യൽ ഐറ്റംസ്, സിലിണ്ടർ, കോബ് ലൈറ്റ്, അങ്ങനത്തെ പാൻ ലൈറ്റ്സ് കാര്യങ്ങളും. അതായത് നമ്മൾ സാധാരണ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ വീട്ടിലേക്ക് വേണ്ട മറ്റ് ഇതൊക്കെ പിന്നെ എന്താണ് നമ്മളുടെ ആഡംബരം ആഗ്രഹങ്ങളൊക്കെയാണ്. നിർബന്ധമായിട്ട് വേണ്ട കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ബൾബോട്ടറും ബൾബും അതും സീലിങ്ങും അതും LED ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അപ്പുറത്തുണ്ട്. അവിടെ ക്രൗഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അതും കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ ഇവരെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ ടാറ്റ, ബൈ.